ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡേ 3 ഓഫ് എഡിൻബറ വ്ളോഗ്. നമ്മൾ ട്രാവൽ ലോഡ്ജിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാണ്. രാവിലെ 8:30 ആയിട്ടുണ്ട്, 8:30 കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ലഗേജൊക്കെ എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ രാവിലെ തന്നെ ചെക്കൗട്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ലഗേജ് വെക്കാൻ പോവാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം കഴിച്ചിട്ട് ഇവിടെ എഡിൻബറയിലെ ലഗേജ് സ്റ്റോറേജ് ചെയ്യാനായിട്ട് നമുക്ക് ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിലൊന്ന് നമ്മൾ ഓൾറെഡി ഇന്നലെ ബുക്ക് ചെയ്തു. കേട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ പോകാൻ നേരത്ത് നമ്മൾ പിക്ക് ചെയ്തിട്ട് അതുവഴി അങ്ങ് പോകും. അതാണ് പ്ലാൻ ഇന്നത്തെ. അപ്പോൾ നമുക്ക് പോവാം. ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇന്നലത്തെ സ്ഥലത്ത് തന്നെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. കാണുന്ന സ്റ്റോറിലാണ് ലഗേജ് കൊടുത്തേക്കുന്നത് സ്റ്റോർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പം നമ്മളത് 4:30 ഒക്കെ ആകുമ്പോൾ കളക്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് ചെറിയൊരു ചാർജേ ഉള്ളൂ കേട്ടോ. 2 ബാഗ്സ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതിന് അറൗണ്ട് 12 pounds ആയിരുന്നു ചാർജ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ വിക്ടോറിയ സ്ട്രീറ്റിലേക്ക് പോവുകയാണ്. നമ്മൾ ഈ സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്സ് കയറാൻ പോവുകയാണ്. ഇതിന് അഡ്വക്കേറ്റ്സ് ക്ലോസ് എന്നാണ് പറയുന്നത്. ഇവിടുത്തെ നാരോ വേസൊക്കെ നല്ല പോപ്പുലർ ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസ് ആണ്. സ്റ്റെപ്പ് കയറി വന്നു. ശബരിമല കയറാൻ പോലും ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല ഗൈസ്. ഇനിയുണ്ട് ഗൈസ്, നമ്മൾ പകുതി എത്തിയേ ഉള്ളൂ. ഇനിയൊരു പകുതി കയറാനുണ്ട്. ഇവിടെ 2 കിലോ കുറഞ്ഞിട്ടുണ്ടാവും. രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അത് ടാലി ആയിട്ടുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ കയറി വന്നപ്പോൾ വേണ്ട കിടക്കുന്ന അടുത്ത സ്റ്റെപ്പ്. ഇത് കുറച്ചേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇത് ജസ്റ്റ് സ്റ്റെപ്പാണ്, പക്ഷെ നല്ലൊരു വ്യൂ ആണ്. ഇവിടെ മൊത്തം ഇതുപോലത്തെ കുറേ ക്ലോസ് ഉണ്ട്. എല്ലാം നാരോ സ്ട്രീറ്റ്. പ്ലാനറ്റ് സ്ഥലം. ഇവിടെ ഇറങ്ങണ്ടടി. ഇവിടെ വന്നാൽ നമുക്ക് ആദ്യം നമ്മൾ നടന്ന് കയറിയത് മേരി കിങ്സ് ക്ലോസ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കയറിയത് അഡ്വക്കേറ്റ്സ് ക്ലോസ്. ഇപ്പോൾ നമ്മൾ സ്റ്റീവൻ ലോസ് ക്ലോസ്. ഇത് 3 നമ്മൾ ചൂസ് ചെയ്തതേ ഉള്ളൂ. അല്ലാതെ ഇടയ്ക്കിടയ്ക്കായിട്ട് കുറേ ഇതുപോലെ ഉണ്ട് ക്ലോസ്. നമ്മളതിന് ചൂസ് ചെയ്ത് 3 പോകുന്നതേ ഉള്ളൂ. ഇത്രയും കടകളുടെ നടുക്കാണ് ഇങ്ങനെ ഓരോ ക്ലോസും ഇരിക്കുന്നത്. സ്റ്റീവൻ ലോസ് ക്ലോസ്. ഇവിടെ ആകുമ്പോൾ ഇങ്ങനെ നാരോ ഇത് കിട്ടും. ഇതങ്ങോട്ട് ലീഡ് ചെയ്യുന്നത് വേറെ റോഡിലേക്കൊക്കെയാണ്. ഷോർട്ട് കട്ട്സ് ആണ് ബേസിക്കലി. നമ്മൾ വിക്ടോറിയ സ്ട്രീറ്റിലേക്കാണ് വോക്ക് ചെയ്ത് പോകുന്നത്. വിക്ടോറിയ സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ കളർഫുൾ സ്ട്രീറ്റാണ്. മെയിൻലി അവിടെ പബ്സും റെസ്റ്റോറൻറ്റും ഈറ്ററീസൊക്കെ കുറേ ഉള്ള സ്ഥലമാണ്. റോയൽ മൈലിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സ്ട്രീറ്റാണ്. അപ്പോൾ അവിടെയും കൂടെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് എഡിൻബറ കാസിൽ പോകണം. കാസിൽ നമുക്ക് 11:30 ടൈം സ്ലോട്ട് കിട്ടിയേക്കുന്നത്. പിന്നെ ഇതൊരു കയറ്റമാണ്, അപ്പോൾ നടക്കാൻ കുറച്ച് സമയം എടുക്കും. വളരെ അടുത്താണ്. എന്നാലും നമുക്ക് റിലാക്സ് ചെയ്ത് നടക്കണമെങ്കിൽ കുറച്ച് സമയമൊക്കെ വേണം. അപ്പുറം ഇപ്പുറം കാഴ്ചയൊക്കെ കണ്ട് സോവനീർ ഷോപ്സും പിന്നെ ആർട്ടിസ്റ്റൊക്കെ ഇതുവരെ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മൾ കാസിലൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നല്ല ക്രൗഡഡ് ആയിരിക്കും. ഇപ്പം തന്നെ ഉണ്ടല്ലേ, നല്ല ക്രൗഡഡ് ആണ്, പക്ഷെ അറിയുന്നില്ല അത്രയൊന്നും. എനിക്ക് വല്ലതും പറയാനുണ്ടോ? പറയാനുള്ളത് ഭയങ്കര ഹാപ്പി ട്രിപ്പായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദൈവം അനുഗ്രഹിച്ച എഡിൻബർഗ് വന്ന് എല്ലാവരും കാണണം. എഡിൻബ്ര വന്ന് കാണണം.
ഞാൻ ഇന്ത്യ ഇരിക്കുമ്പോൾ എഡിൻബർഗ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് എഡിൻബ്ര എന്നാണ്. ഇവിടെ വന്നാൽ ഒരു 4 പ്രാവശ്യം കറക്റ്റ് ചെയ്തു. സോ എഡിൻബ്ര കാണണം ദൈവം അനുഗ്രഹിച്ചാൽ. ഇറ്റ്സ് വർത്ത് ഇറ്റ് എന്നാണ് എൻ്റെ ഒരു ഇത്. അതെ അതെ ഷുവർ. നമുക്ക് ലണ്ടനിലെ വേറൊരു വൈബാണ്, പക്ഷെ ഇവിടെ വേറൊരു വൈബാണ്. ശാന്തതയാണ് ഭയങ്കര. കുടിക്കും, എനിക്ക് തോന്നുന്നു കുടിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് ഇനി എൻജോയ് ചെയ്യാൻ പറ്റും. സ്കോട്ടിഷ് വിസ്കിയൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും. ഞങ്ങൾ കുടിക്കാത്തവരായതുകൊണ്ട് ഞങ്ങൾ അതൊന്നും ട്രൈ ചെയ്തില്ല. എക്സാക്ട്ലി. റെഡിയാവും. ഓരോന്നായിട്ട് വരുന്നേ ഉള്ളൂ. ഒരു ആർട്ടിസ്റ്റാണ്, റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഫ്രം KK റോഡ് വാക്കിംഗ് ടു റോയൽ മൈൽ വാക്കിംഗ്. എക്സാക്ട്ലി. ഇനി ഞങ്ങൾ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്ത സ്ഥലത്തേക്കാണ് പോകുന്നത്, വിക്ടോറിയ സ്ട്രീറ്റ്. അവിടെ എക്സാക്റ്റ് ആയിട്ട് ഒരു 20 years ago നമ്മളിങ്ങനെ കയ്യും പിടിച്ച് KK റോഡിൽ കൂടെ നടന്നവരാണ്. കോട്ടയം KK റോഡിൽ കൂടെ നടന്നവരാണ്. ഇപ്പോൾ കയ്യും പിടിച്ച് നമ്മൾ റോയൽ മൈലിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടു മെനി മോർ ട്രിപ്സ് അല്ലേ? അതെ അതെ, ഇതൊരു തുടക്കമാവട്ടെ. അതെ. ഇതാണ് ഫേമസ് വിക്ടോറിയ സ്ട്രീറ്റ്. ഇതിൻ്റെ കളർഫുൾ സ്ട്രീറ്റ്സ് ആണ് ഹൈലൈറ്റ്. ഇവിടെ മുഴുവൻ ഈറ്ററീസ് ആണ്. ഇതാണ് അത് നമുക്ക് പോയി നോക്കാം. ഞങ്ങളങ്ങനെ വിക്ടോറിയ സ്ട്രീറ്റിൽ കൂടെ നടക്കും. കുറച്ച് തിരക്കുണ്ട് സൺഡേ ആയതുകൊണ്ട്. പിന്നെ കുറേ സ്കൂൾ പിള്ളേരും ഉണ്ട്. സൺഡേ ആയിട്ട് എന്തായാലും സ്കൂൾ ഇത് വേറെ എവിടെന്നെങ്കിലും ട്രിപ്പ് വന്നവരായിരിക്കും ചിലപ്പം. ബട്ട് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സ്ട്രീറ്റ്. ഇൻസ്റ്റാഗ്രാമിൽ കണ്ടത് സത്യമാണ്. പക്ഷേ ഒട്ടും ഓവർ റേറ്റഡ് അല്ല അല്ലേ? അതെ, ഒട്ടും ഓവർ റേറ്റഡ് അല്ല. അത് തിങ്സ് തിരക്കുണ്ട്. നമ്മളെപ്പോഴങ്ങനെ കണ്ടിട്ടാണ് എല്ലാവരും വരുന്നത്. പിന്നെ ഇത് ഹാരി പോട്ടർ ഫാൻസിന് വേണ്ടിയിട്ടുള്ള സ്റ്റോറാണ് ഈ പുറകെ കാണുന്നത്. ഹാരി പോട്ടറിലുള്ള തിങ്സൊക്കെ ഇവിടെ വിൽക്കാനായിട്ട് വെച്ചേക്കുകയാണ്. നമ്മൾ ഹാരി പോട്ടറിൻ്റെ സ്റ്റോറിൽ പോയപ്പോഴത്തേക്കിനും നമുക്ക് നോൺ ആൽക്കഹോളിക് ബട്ടർ സ്കോച്ച് ബിയർ കിട്ടി. ഒരെണ്ണം പിന്നെ അത് കാണിച്ചു കൊടുക്കും പ്രൂഫായിട്ട്. അപ്പോൾ ഞങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എങ്ങനെ ഉണ്ടെന്ന്. എങ്ങനെയുണ്ട്? ബട്ടർ സ്കോച്ചിന് സോഡ അങ്ങനത്തെ ഒരു ഇതിൽ സ്വീറ്റ്നറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എമൽസിഫയർ ഉണ്ട്. ഹെൽത്തി ഒന്നുമല്ല, അല്ലെങ്കിൽ ബിയർ എവിടെ ഹെൽത്തി ആവാനല്ലേ.
അതുകൊണ്ട് ഞങ്ങൾ ഒരെണ്ണേ മേടിച്ചുള്ളൂ. ഒരെണ്ണേ വാങ്ങിച്ചുള്ളൂ. നല്ല ഷുഗർ ആഡഡ് ആണ്, നല്ല സ്വീറ്റ് ഉണ്ട്, പിന്നെ സോഡയുടെ ഒരു ടേസ്റ്റ് ഉണ്ട്, ബട്ടർ സ്കോച്ച് ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ വരുന്നുണ്ട് അല്ലേ. നല്ലതാണ്, ട്രൈ ചെയ്യാനായിട്ട് നല്ലതാണ്. ഇതിന് ഒരു ബോട്ടിലിന് 4 പൗണ്ട്സ്. അപ്പം വിലയും വലിയ കുഴപ്പമില്ല അല്ലേ. അത്ര എന്താ സ്പെഷ്യാലിറ്റി ട്രൈ ചെയ്യണമെന്ന് ഉണ്ടാകും. ഞങ്ങൾ വലിയ ഹാരി പോട്ടറൊക്കെ അത്ര അങ്ങനെ ഹാരി പോട്ടറിൻ്റെ ഐറ്റംസ് വാങ്ങാനുള്ള അത്ര ഫാനൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ജസ്റ്റ് കണ്ടിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ തോന്നിയത് ഇതാണ്. അതെ, ആണ് നമ്മുടെ വിക്ടോറിയ സ്ട്രീറ്റിൻ്റെ എൻഡാണ്. ചെറിയൊരു സ്ട്രീറ്റാണ്, പക്ഷേ ഫുൾ ഓഫ് ഷോപ്സ് ആണ്. നല്ല സ്ഥലം അല്ലേ. നല്ല അടുത്തേതാ അടുത്ത കയറ്റം. ഇത്രയും കയറണം, നടത്തിക്കാത്ത സ്ഥലമില്ല. ഇത്രയും നടന്ന് കയറണം. ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പ്. ചെറിയ ചാറ്റൽ മഴയുണ്ട്. ആക്ച്വലി നമുക്ക് ലക്കുണ്ടെന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഈ വീക്കെൻഡ് ഫുൾ ഡേ മഴ പെയ്യേണ്ടതായിരുന്നു. നമ്മുടെ എന്തോ ഭാഗ്യത്തിന് ഇടയ്ക്ക് ചെറിയ ചാറ്റൽ മഴയേ ഉണ്ടായിരുന്നുള്ളൂ. സൊല്യൂഷൻ വേണ്ടി ഗ്രീഡി ഇത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്തു. അതെ, യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്തു. അല്ല, ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ എഡിൻബറ കാസിലെത്തി. പുറകിൽ കാണുന്നതാണ് കാസിൽ. ഇത് അങ്ങോട്ടേക്കുള്ള ക്യൂ ആണ്. നമ്മൾ ടിക്കറ്റ് ഓൾറെഡി എടുത്തിട്ടുണ്ട് അഡ്വാൻസ് ആയിട്ട്. അപ്പോൾ നമ്മൾ അകത്ത് ക്യൂ നിൽക്കണോ അതോ കയറാവോ എന്നുള്ളത് നമുക്ക് അന്വേഷിക്കണം. ടിക്കറ്റ്സ് ഒക്കെ ഓൾറെഡി സോൾഡ് ഔട്ടാണ്. ഓൺലി അഡ്വാൻസ് ആയിട്ട് എടുക്കുന്നവർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ, വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ടിക്കറ്റൊക്കെ ഓൾറെഡി എടുത്ത് വെക്കുക. ഒരു 1-2 ആഴ്ച മുമ്പേ ടിക്കറ്റ് എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഇന്നലെ നമ്മൾ ക്യാമറ ഒബ്സ്ക്യൂർ ആയതുകൊണ്ട് നീ അറിയാത്തതായിരിക്കും. അവിടെ മുഴുവൻ ഫണ്ണല്ലായിരുന്നോ? അത് അങ്ങോട്ടല്ലേ? ഈ കാസിൽ മുഴുവൻ കയറ്റമാണ്. ഹില്ലിൻ്റെ മേളിലല്ലേ ഇരിക്കുന്നത്, അപ്പോൾ ഫുള്ള് കയറി അങ്ങ് പോകണം. പക്ഷെ നല്ല രസമുണ്ട്. ഒരു ഫോർട്ട് പോലത്തെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗൺ പ്ലാറ്റ്ഫോമാണ്. അതായത് വാറൊക്കെ വരുമ്പോഴത്തേക്കിനും ഇവിടെ നിന്ന് ഡിഫെൻസ് ചെയ്യാനൊക്കെ ഉള്ളൊരു സ്ഥലമാണിത്. ഫ്രം ദ ഗൺ പ്ലാറ്റ്ഫോം. Okay. Yeah.
ഒക്കെ ഗണ്ണാണ്. ആ ബേസിക്കലി ആ ഗൺ പ്ലാറ്റ്ഫോം കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ ഒരു പാത്വേ പോലെയാണ് പോയേക്കുന്നത്. അതിനൊരു അവസാനം ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് മുഴുവൻ എനിക്ക് തോന്നുന്നു ഡിഫൻസിലൊക്കെ ഇരിക്കുന്ന സ്ഥലമായിരിക്കും. ഇവിടെയായിരുന്നു പണ്ട് സോൾജേഴ്സൊക്കെ താമസിച്ചിരുന്നത്. ഇപ്പോൾ കറണ്ട് ആർമി ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പണ്ട് ഇവിടെ 600 സോൾജേഴ്സ് ഇവിടെ ഹൗസിംഗ് ആയിരുന്നു അവിടെ. ഇത് മിലിറ്ററി പ്രിസൺ ആണ്. മിലിറ്ററി പ്രിസൺ നമ്മുടെ സോൾജേഴ്സിനെയൊക്കെ ഡിസിപ്ലിൻ ചെയ്യാനായിട്ട് മിലിറ്ററി പ്രിസൺ ആണ്. അതായത് സോൾജേഴ്സിനെ തന്നെ ഡിസിപ്ലിൻ പഠിപ്പിക്കാനായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇടുമായിരുന്നു. അതൊരു ഡയറ്റാണ്. ഒരു ഡയറ്റ് വാസ് ഓൺലി മിൽക്ക് ആൻഡ് പൊട്ടാറ്റോസ് ആൻഡ് സീഡ്സ്. ആകെ പാലും ഉരുളക്കിഴങ്ങും. ആരെങ്കിലും ജയിലിൽ ചിരിച്ചോണ്ടിരിക്കുവോ? എല്ലാം പോസിറ്റീവായിട്ട് നടന്നാണ് ജയിലിൽ കിടക്കുന്നത്. നിന്നെ 2 മാസം ഇവിടെ പറഞ്ഞു പിടിച്ച് കിടത്താം കേട്ടോ. ഇത് നീ നിന്റെ വീഡിയോയിൽ ഇടണം. ഇത് അതൊക്കെ ഓരോന്നിനും ഓരോ റൂമാണ്. ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുകയാണെങ്കിലുള്ളൊരു റൂമാണ് ഈ കാണുന്നത്. മൈ ഗോഡ് അവിടെ ഹാൻഡ് കഫ് ഒക്കെ ഉണ്ട്. ജസ്റ്റ് ടോയ്ലറ്റ്, വാഷ് ബേസിന് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു കുഞ്ഞു ബെഡ്. ദാറ്റ്സ് ഇറ്റ്. ഇത് അബ്ലൂഷൻ ബ്ലോക്ക് എന്നാണ് എഴുതിയേക്കുന്നത്. എനിക്ക് തോന്നുന്നു കോമൺ വാഷ്റൂം പോലത്തെ വല്ലതായിരിക്കും. ജസ്റ്റ് ഇത്രേ ഉള്ളൂ ഇവിടെ. താഴെ മാത്രമല്ല മേളിലോട്ടും ഉണ്ട്. പക്ഷെ അങ്ങോട്ട് എൻട്രി അടച്ചിട്ടില്ല. എല്ലാം സിമിലർ ആയിട്ടുള്ള റൂംസാണ്. ഇതൊക്കെ പ്രിസൺ ആണ് കേട്ടോ. എന്ത് ചെറിയ ബെഡാണ്. ഇതേ അത് വലുത്. അത് നോർമലായിട്ടുള്ള വുഡിലെ ബെഡും ഉണ്ട്. പിന്നെ ഇത് തൊട്ടിൽ പോലത്തെ ബെഡും ഉണ്ട്. എല്ലാവരും കൂടെ ഒരുമിച്ച് എന്തായിരിക്കും ശ്വാസം മുട്ടി.
ഞങ്ങളിപ്പോൾ ഇരിക്കുന്ന ക്രൗൺ സ്ക്വയറിലാണ്. ഇവിടെ ഇതിനകത്ത് ക്രൗൺ ഉണ്ടെന്നാണ് തോന്നുന്നത്. ക്യൂ ഉണ്ട്, ആൾക്കാർ കയറാൻ കുറച്ച് ക്രൗഡഡാണ്. അപ്പോൾ ക്യൂ കയറുന്നതിന് മുമ്പ് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്, കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. നല്ല വ്യൂ ആണ് ഗൈസ്. നല്ല വ്യൂ ആണ്. ചുറ്റും എങ്ങും ഫോർട്ട് പോലത്തെ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ അകത്ത് ക്രൗൺ ഉണ്ടെങ്കിൽ അവർ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലോ ചെയ്യത്തില്ലായിരിക്കും. അപ്പം നോക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ. നടന്ന് ക്ഷീണിച്ചു ഗൈസ്. അതുകൊണ്ട് ചിരിയൊന്നും അധികം വരുന്നില്ലല്ലേ. ഒന്നൊന്നര നടപ്പായിരുന്നു. ഇവിടെ കുറച്ച് എഫേർട്സ് ഇടുന്ന സ്ഥലം കാണണമെങ്കിൽ. അത് 2 ദിവസമായിട്ട് നടത്തായിരുന്നതുകൊണ്ടാണ് പ്രശ്നമല്ലേ. എനിക്ക് പ്രശ്നമില്ല, ഞാൻ ഓക്കെയാണ്. അതായത് ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇന്ത്യയിലൊക്കെ എപ്പോഴും യൂബറും ഇതൊക്കെയാണല്ലോ, നടത്തമൊന്നുമില്ലല്ലോ. യു കെയിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതൊന്നും വലിയ കാര്യമല്ല. ഇങ്ങനെ കൊള്ളുന്ന പോലത്തെ ഒരു പാറ്റേൺ ആണ് ഡിസൈൻ. ഇറ്റ്സ് നോട്ട് ഫ്ലാറ്റ്, നോ. കോബിൾഡ് സ്റ്റോണ്. അതാണ് തോന്നുന്നു കുറച്ച്. കാസിൽ നിന്ന് ജസ്റ്റ് പുറത്തിറങ്ങി, മഴയുണ്ട്. ഇനിയിപ്പോൾ റോയൽ മൈലൊക്കെ ഒന്ന് ഫോട്ടോ കുറച്ച് ദിവസം എടുക്കാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ എനിക്ക് ട്രെയിൻ സ്റ്റേഷനിലേക്കും ഷോബയ്ക്ക് എയർപോർട്ടിലേക്കും പോകാനുള്ള സമയം കറക്റ്റായിരിക്കും വിചാരിക്കുന്നു. ഞങ്ങൾ പുറകെ കാണുന്ന ഫില്ലിംഗ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് പോയാണ് ഫില്ല് ചെയ്തു. ടമ്മി ഫില്ല് ചെയ്തു. പാസ്ത കഴിച്ചു, കാപ്പിച്ചീനോ കുടിച്ചു. അങ്ങനെ ഇപ്പം റീചാർജ് ചെയ്തിട്ട് നമ്മളിപ്പോൾ കുറച്ചൊരു ഷോപ്പിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കൊന്നും വാങ്ങാനില്ല, ശോഭയ്ക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ. മഴ നിന്നു. ഇനിയിപ്പോൾ ടൈമുണ്ട്. 3:30. എൻ്റെ ട്രെയിന് 5:30-ക്കാണ്. അപ്പോൾ 4:30-ക്ക് നമ്മൾ ബാഗ് എന്തായാലും പിക്ക് ചെയ്യുക. 4:30-ക്കകം നമ്മൾ പിക്ക് ചെയ്യും. അത്രയും നേരം ഇവിടെ ചുമ്മാ ഒന്ന് റോം ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് സങ്കടമായി തുടങ്ങി. എഡിൻബ്ര വിട്ടിട്ട് പോകണം. എഡിൻബ്ര വിടുന്നതിനേക്കാളും നമ്മൾ വേറെ വേറെ വഴിക്കാണ് പോകുന്നതെന്നുള്ളതാണ് ഇപ്പോഴത്തെ, അല്ലേ? ഞാൻ ഇന്ത്യ വരെ പോകണം. സത്യം. ഒരു ബാക്കിയെങ്കിൽ നമുക്കൊന്ന് കറങ്ങാം. ഇവിടെയുള്ളവർക്ക് പെയിൻറ്റിങ്സ് ഭയങ്കര ഇഷ്ടമാണോ? അങ്ങനെയൊന്നുമില്ല, ഒരു ചുമ്മാ ഫൈനലി നമ്മൾ എഡിൻബറയ്ക്കും ഷോബയ്ക്കും ഗുഡ് പറയുകയാണ്. ഷോബയുടെ ബസ് സ്റ്റോപ്പ് അവിടെയാണ്, എയർപോർട്ടിൽ പോകാനുള്ള ബസ് സ്റ്റോപ്പ് അവിടെയാണ്. എൻ്റെ റെയിൽവേ സ്റ്റേഷൻ ഇപ്പുറത്തെ സൈഡ്. അപ്പോൾ ഞങ്ങൾ 2 വഴിക്കായിട്ട് തിരിയുകയാണ്. ബട്ട് ഇറ്റ്സ് ഓൺലി ടെമ്പററി. നമ്മൾ ബാംഗ്ലൂർ വെച്ചോ കേരളത്തിൽ വെച്ചോ എവിടെയെങ്കിലും വെച്ചൊക്കെ പിന്നെയും മീറ്റ് ചെയ്യും. അപ്പോൾ അടുത്ത ട്രിപ്പ് വരയ്ക്കും. ബൈ. വീണ്ടും സന്ധിക്കും വരയ്ക്കും. ബൈ.